നമുക്കൊരു നല്ല പണി കിട്ടിയായിരുന്നു കേട്ടോ. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ആക്ച്വലി ആ കാറിനെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ട്രാക്ക് ചെയ്ത് ഒരു യൂ ടേൺ എടുത്ത് മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളപ്പോൾ രാവിലെ പതുക്കെ എയർ ഗാർഡിൽ നിന്ന് തിരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ചോക്ലേറ്റ് ഫാക്ടറി കയറിയിട്ട് കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിച്ച് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ദിവ്യയുടെ ഒരു ഫ്രണ്ടിനെയും കണ്ട് പതുക്കെ ഇപ്പോൾ ഒരു സമയം ഒരു 4-5 മണി ആവാറ്. ഇപ്പോൾ നമ്മൾ ഏലഗിരിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് ഹില്ല് കയറി തുടങ്ങി. ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ കണ്ടിട്ട് അങ്ങ് റൂമിലോട്ട് പോകും. ഇല്ല ചിലപ്പോൾ ബോട്ടിങ്ങിന് പോകുമായിരിക്കും, അത് അടച്ചിട്ടില്ലെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ റൂമിലോട്ട് പോകും. അപ്പോൾ ബാക്കി നമുക്ക് മേളിൽ ചെന്നിട്ട് കാണാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഇനി കാണിച്ചു തരാം. നമുക്കൊരു നല്ല പണി കിട്ടിയായിരുന്നു കേട്ടോ. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ആക്ച്വലി ആ കാറിനെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ട്രാക്ക് ചെയ്ത് ഒരു യൂ ടേൺ എടുത്ത് മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ യൂ ടേണല്ല, ആ ഹെയർ പിൻ കയറി മേളിൽ ചെന്ന് കഴിഞ്ഞ് ഒരു ദൂരം ചെന്നപ്പോൾ ഉണ്ട് സിഗ്നൽ ലോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പൊക്കത്തിലൊന്നുമല്ല, നമ്മളെ ഒരുപാട് ദൂരത്തിലില്ല, വിസിനിറ്റിയിലുണ്ടായിരുന്നു. പെട്ടെന്ന് അതങ്ങ് അതിൻ്റെ ട്രാക്ക് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സിഗ്നൽ ലോസ്റ്റ് എന്ന് പറഞ്ഞു കാണിച്ചു. എന്നിട്ട് പിന്നെ ഇത് എവിടെ നിന്ന് കാണാനില്ല, ഇതങ്ങ് പൊങ്ങിപ്പോയി. ഇതൊരു ലിമിറ്റ് കഴിഞ്ഞ് പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. ഇതെവിടെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ 30-35% എങ്ങാണ്ടായിരുന്നു ബാറ്ററി. അത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞു ബാറ്ററി ലോ എന്ന് പറഞ്ഞ് കാണിച്ചു. എന്നിട്ടിത് റിട്ടേൺ ടു ഹോം, ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ടു ഹോം പോവും. അപ്പോൾ റിട്ടേൺ ടു ഹോം ആക്ച്വലി അത് ഞങ്ങൾ തുടങ്ങിയ സ്ഥലത്തോട്ട് പോയി. പക്ഷേ തിരിച്ച് വ്യൂ എടുക്കുന്നത് അത് ക്യാമറയിൽ നോക്കിയപ്പോൾ മനസ്സിലായി തിരിച്ച് അങ്ങോട്ട് പോയിന്ന്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ താഴെ എത്താറായപ്പോൾ വീണ്ടും മൊത്തത്തിൽ സിഗ്നൽ പോയി. RC ഡിസ്കണക്റ്റഡ് ഫ്രം ഡ്രോൺ എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ ഒന്ന് ഞെട്ടി. പുതിയ സാധനമാണ്, അധികം സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങളപ്പോൾ തന്നെ വണ്ടി എടുത്ത് തിരിച്ച് താഴോട്ട് തുടങ്ങിയെടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒന്നും ഇതിനെ കാണുന്നില്ല. പിന്നെ ഇതിനകത്ത് ഫൈൻഡ് മൈ ഡ്രോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്ത് ബീപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു മലമേളിൽ, മീൻസ് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറിയൊരു കുന്നുപോലെയുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട്. അവിടെ കുറേ പുല്ലും പടപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചരിഞ്ഞിട്ടൊരു ക്ലിഫ് പോലത്തെ സ്ഥലമാണ്. അതിൻ്റെ മേളിൽ വലിഞ്ഞേറി അവിടെ നിന്ന് എടുത്തു. എന്തായാലും രക്ഷപ്പെട്ട് സാധനം കിട്ടി, കളഞ്ഞു പോയില്ല. പക്ഷേ ഒന്ന് ഞെട്ടി. ഞങ്ങളുടെ കുറച്ച് സമയം അവിടെ പോയി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയി ആ കാറൊക്കെ ഓടിച്ചിട്ട് എങ്ങനെ പോകുന്നു അതിങ്ങനെ കാണിച്ചു തരാം. നമ്മളെ കാണാൻ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ആശാന ആരാണ്ടോ വളർത്തുന്നതും കണ്ട, കഴുത്തി ചങ്ങലയൊക്കെ ഉണ്ട്. അത് വന്ന് ഇതിനൊക്കെ കടിച്ചൊക്കെ നോക്കിയായിരുന്നു. എന്നിട്ട് ഇപ്പം അങ്ങോട്ട് തിരിഞ്ഞേക്കുന്നു. ഹലോ ഹലോ കുയ്, അതാ വന്നിരിക്കുന്നു. എന്നാലും നമ്മളെ വണ്ടി എടുക്കാം, അവൻ ചിലപ്പോൾ വണ്ടിയൊക്കെ പൊളിച്ചെടുക്കും. ശരി, അപ്പോൾ ഇതാ കടിച്ചു പറിക്കുന്നു. അപ്പോൾ ഈ സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലേക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ലേക്കിൽ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ 5:30 ഒരു 6 മണി വരെ കണ്ടുള്ളൂ. നമ്മൾ എത്തിയപ്പോൾ ലേറ്റായി, കുറേ നേരം ഡ്രോൺ തപ്പിയൊക്കെ പോയി. പിന്നെ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ലേക്കിൻ്റെ സൈഡിലായിട്ട് നമുക്ക് മറ്റേ ടോയ് കാർ ഉണ്ട്, കയറി ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ചെറിയ കാർ. അത് കുറച്ച് നേരം ഇരുന്ന് കളിച്ച് വെച്ച് അപ്പോൾ കുഞ്ഞിക്ക് ഒരു എൻ്റർടൈൻമെൻറ്റായി. ഞങ്ങളത് കളിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ രാവിലെ ഇവിടെ അടുത്തൊരു പെരുമാൾ ടെമ്പിൾ ഉണ്ടായിരുന്നു, അവിടെ പോയി. പെരുമാൾ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ മറ്റേ നമ്മുടെ തിരുപ്പതിയിലെ ഭഗവാന്റെ ഒരു വലിയ പ്രതിമയുണ്ട്. അങ്ങനെയുള്ള വലിയ അമ്പലം, നല്ല രസമുണ്ട്. കുറച്ചകത്തോട്ട് മാറിയിട്ടാണ്. അതിൻ്റെ ഡ്രോൺ വീഡിയോ ഇടാൻ ഞങ്ങൾ അവിടെ വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും അലോഡല്ല, അമ്പലത്തിൻ്റെ അകത്തും പ്രിമിസസിലൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു എലിവേറ്റഡ് ഷോട്ട് വെറുതെ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ ബോട്ടിങ്ങിന് വേണ്ടി വന്നേക്കാം യലഗിരി ലേക്കിൽ. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് ചുറ്റിനും. അപ്പം
ആദ്യം നമ്മളൊരു 15 രൂപ പാസ് എടുത്തിട്ട് പാർക്കിനകത്തോട്ട് കയറണം. പാർക്കിനകത്തോട്ട് കയറിയിട്ട് കാണിക്കാം. പാർക്കിനകത്തോട്ട് കയറിയിട്ട് നമ്മളിപ്പോൾ കുറച്ചുകൂടെ പാർക്കിനകത്തോട്ട് നടന്നിട്ടാണ് ഈ ടിക്കറ്റ് കൗണ്ടറിൽ പോകുന്നത്. കാണിച്ചു തരാം. കുഞ്ഞ് ഹായ് പറഞ്ഞു വേണം. കുഞ്ഞിന് എന്തിനാ ആ സാധനം? വെള്ളത്തിടാനാണോ? എപ്പോഴ്? ഓക്കേ. ഇതുണ്ട് ഇവിടെ പിള്ളേർ കളിക്കാനുള്ള പാർക്കും അടുത്തൂടെ നടക്കാനുള്ള സെറ്റപ്പും ഒക്കെ ഉണ്ട്. 15 രൂപയാണ് ഒരാൾക്ക് ഇവിടെ ചാർജ്. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തൂടെ കുറച്ച് നേരം, വലിയ വെയിലൊന്നുമില്ല, ഇതിനകത്തൂടെ നല്ല റിലാക്സ്ഡ് ആയിട്ട് നടക്കാം. പുറത്ത് വെയിലുണ്ട്, പക്ഷേ ഇതിനകത്ത് വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇങ്ങനെ പോയി ഇതുപോലെ അവിടെ ബോട്ടിൻ്റെ ക്യൂ, ദിവ്യ അമ്മയും അങ്ങോട്ട് പോയിട്ടുണ്ട് ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ടിക്കറ്റ് എടുത്ത് പെഡൽ ബോട്ട് അങ്ങനെ എടുത്തുകൊണ്ട് പോകും. അതാകുമ്പോൾ സമാധാനം അടിച്ച് പതുക്കെ ചവിട്ടി പോകും. അങ്ങനെ നമ്മൾ കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് യേലഗിരി ബോട്ട് ക്ലബ്ബിൽ, ബോട്ട് ഹൗസിൽ വന്നിട്ട് ബോട്ടിൽ കയറി ബോട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് ബോട്ടിലെ കാഴ്ച കാണാമേ. നമ്മളിപ്പോൾ നമ്മുടെ യേലഗിരി ലേക്കിലെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കാറി കയറി. ഇനി നമ്മളടുത്ത് ഫണ്ടൂറ എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട്. അവിടെ അധികം പരിപാടികളൊന്നുമില്ല. മറ്റേ ബേർഡ്സും, എക്സോട്ടിക് ബേർഡ്സും പിന്നെ എന്തൊക്കെയോ കുറച്ച് ആനിമൽസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതൊന്ന് കാണാൻ വേണ്ടി പോയിട്ട്, കുഞ്ഞിന് ബേർഡ്സ് മാത്രം മതി. ഓക്കെ, അപ്പോൾ കുഞ്ഞിന് ബേർഡ്സ് മാത്രം മതി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അത് കഴിഞ്ഞ് ലഞ്ചും കഴിഞ്ഞ് പിന്നെ തിരിച്ച് ചെന്നൈക്ക് പോകാനാണ് പരിപാടി. അപ്പോൾ നമുക്ക് ഇനി ഫണ്ടൂറിലോട്ട് നമ്മളിപ്പോൾ ഉച്ചയായി. നമ്മൾ ഇവിടെ ഫണ്ടൂറ എന്ന് പറഞ്ഞ അഡ്വഞ്ചർ പാർക്ക് നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ അവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. നമ്മളെടുത്ത ടിക്കറ്റ് ഇവിടെ 3 കാറ്റഗറിയിലുള്ള ടിക്കറ്റ്. ഒന്ന് ഈ ബേർഡ്സിനെയൊക്കെ കാണാം, അടുത്തതെന്ന് പറഞ്ഞാൽ ബേർഡ്സിനെ കാണാം ഒരു ആക്ടിവിറ്റി, പിന്നെ ബേർഡ്സിനെ കാണാൻ എന്തോ 3 ആക്ടിവിറ്റി അങ്ങനെ. അപ്പോൾ നമ്മൾ ബേർഡ്സിനെ കണ്ട് ഒരു ആക്ടിവിറ്റി എടുക്കാനുള്ള സാധനത്തിനകത്താണ് കയറിയത്. ഇനി നമുക്ക് ഇതിനകത്ത് കാഴ്ചകളാക്കാം. ഫിഷ് കണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇതുണ്ട്, എൻ്റെ കോഴിയാണ് കേട്ടോ. അറിയാമോ? പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ടയുണ്ട് എൻ്റെ കൂട്ടിനകത്ത്. ഇനിതാ മുയലിനെ കാണാൻ വേണ്ടി പോവാനേ. അപ്പോൾ മുയലിന് ഫുഡ് കൊടുക്കാം. അക്കാ കുഞ്ഞി ഒന്ന് പിടിക്കും. ആ മുയലിന് കൊടുത്തു. എൻ്റെ വായിൽ വെച്ച് കൊടുക്കണേ.
കൈ കാണിക്കൂ, കൈ കാണിക്കൂ. ആ വെച്ചു കൊടുക്കും. വരൂ കുഞ്ഞും വരൂ, അച്ഛൻ്റെ അടുത്ത് നിൽക്കും. അടുത്തത് ഇവരാണ് സൈബീരിയൻ ഹസ്കി. അവരവിടെ എന്തൊക്കെയോ സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണേ. നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. വേറെ കണ്ണ് കണ്ടിട്ടുണ്ടോ? ആണ്. ഭയങ്കര നല്ല രസമുള്ള കണ്ണാണ്. നമ്മളടുത്ത എക്സൈറ്റിങ് സ്ഥലത്ത് കയറി. ഒരു ഏവിയറിയാണേ. ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട്. കുഞ്ഞ് കൈ തുറന്ന് വെച്ച് കൊടുക്കണേ. ചിലപ്പോൾ വന്നിരിക്കും. ഒച്ച വയ്ക്കില്ല, ഒച്ച വെച്ചാൽ വരില്ല. എത്ര ക്ലിയറാ ചക്കരെ. ടൂക്കണാണ്. പെലിക്കണില്ല, ടൂക്കൺ മാത്രമേ ഉള്ളൂ. അതാ ഇവരിത് ചെയ്തേക്കുന്നേ, മാർക്ക് ചെയ്തേക്കുന്നേ. എന്നെ കാണിക്കും. തരാം. ഒന്ന് അച്ഛൻ്റെ കൈ തരൂ. രണ്ടെണ്ണം, മൊത്തം വേണ്ട, രണ്ടെണ്ണം. കയ്യിൽ കയറണോ? കൈ കയറി. വാ കുഞ്ഞ് തൊട്ടോളൂ. നമ്മളതാ ബേഡ്സിനെ കണ്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങി. കുഞ്ഞിന് ബേഡ്സിനെ ഇഷ്ടപ്പെട്ട? ഏത് ബേഡിനെ കൂടുതൽ ഇഷ്ടപ്പെട്ട? ഏത് കളറ്? ഏത് കളറ്? മെക്കാവനാണോ? മെക്കാവനാണോ? അയ്യോ ആണോ? മെക്കാവനാണോ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട? തൊട്ടല്ലോ, വലിയ തത്തേനെ കണ്ടില്ലേ? അതാണ് മെക്കാവൻ. പിന്നെ മറ്റേ വൈറ്റ് കളറിനോ? കൊക്കറ്റു ആണോ? സൂപ്പർ.
കുഞ്ഞ് നമ്മളെവിടെ പോവാ? ട്രെയിനിൽ കയറിയിട്ട് എവിടെ പോവും? അങ്ങോട്ട് പോവാ അല്ലേ? ആണോ? ഓ, അതിനകത്തോട്ട് പോകാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ. ഓക്കേ, ഇതാ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തേ. കുഞ്ഞിതാ നോക്കി നോക്കി പോവാണേ. ഇഷ്ടപ്പെട്ടാടേ കുഞ്ചി? ട്രെയിനൊക്കെ കയറി ഇറങ്ങി. കുഞ്ഞിനെ ട്രെയിനൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഈ ബേർഡ്സും പിന്നെ 2-3 ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റി നമ്മളെടുത്തുള്ളൂ. വേറെ എന്തൊക്കെ അതിനകത്തുണ്ട്, അത് നമ്മളെടുത്തില്ല. ക്രിക്കറ്റ് കളിക്കലോ അങ്ങനെ എന്തൊക്കെയോ, അതൊക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും നമ്മൾ കഴിച്ചിട്ട് തിരിച്ചു പോകാം എന്നാണ് പ്ലാൻ. ഏതെങ്കിലും നല്ല ഹോട്ടലിൽ കയറി കഴിച്ചിട്ട് തിരിച്ചു പോകാം. അപ്പോൾ ഏർക്കാട് യേലഗിരി സീരീസ് ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്